സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിനും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനും കാര്യമായ നാശനഷ്ടമുണ്ടായി. ദക്ഷിണ സിറിയയിലെ ഡ്രൂസ് ഭാഗങ്ങൾക്ക് എതിരെ നടത്തുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാനാണ് സൈനിക നടപടി ഇസ്രായേൽ എന്നാണ് അറിയിച്ചത്. ആക്രമണം നിർത്താൻ ധാരണയിൽ എത്തിയതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ അർദ്ധരാത്രിക്ക് മുമ്പ്, ഇന്ത്യൻ സമയം ഇന്നലെ അർദ്ധരാത്രിക്ക് മുൻപാണ് ആക്രമണം ആരംഭിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായ ആക്രമണം പലയിടങ്ങളിലും എയർ റെയ്ഡ് തന്നെ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ എയർ റെയ്ഡിന്റെ വിഷയത്തിൽ, അതായത് ദക്ഷിണ സിറിയയിലെ പ്രദേശങ്ങളിലേക്ക് സിറിയൻ സൈന്യത്തെ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് നമുക്ക് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട, അതായത് ഏകദൈവ വിശ്വാസികളായ ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ന്യൂനപക്ഷം വിഭാഗമാണ്. അവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ അടിയന്തരമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാവുകയും മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. മാർക്കോ റൂബിയോ ഈ ബന്ധപ്പെട്ടവരുമായി എല്ലാവരുമായി സംസാരിച്ച് അടിയന്തരമായി യുദ്ധം നിർത്തണം എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് നടപ്പാകും, വൈകാതെ തന്നെ വരുന്ന മണിക്കൂറുകളിലേക്ക് യാഥാർത്ഥ്യമാകുമെന്ന സൂചനയും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുടെ കൊട്ടാരത്തിനും അതുപോലെ തന്നെ അനുബന്ധ പ്രതിരോധ സംവിധാനങ്ങളുടെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടന്നിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ സാഹചര്യത്തിൽ ഒരു ശക്തമായ ആക്രമണം ഡമാസ്കസിൽ നടന്നു എന്ന റിപ്പോർട്ടുകൾ വളരെ കൃത്യമായി സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. മണിക്കൂറുകളോളമായി ആക്രമണം, ഏതാണ്ട് 1.5 മണിക്കൂറോളം ആക്രമണം നീണ്ടുനിന്നു. പലയിടങ്ങളിലായാണ് ആക്രമണം നടന്നത് എന്നും വ്യക്തമാകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സിറിയക്കെതിരായ ഒരു നീക്കം അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിനും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനും കാര്യമായ നാശനഷ്ടമാണ് ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.